ഭക്തിസാന്ദ്രമായി മാറുകയാണ് തിരുനാവായ. ഇന്ന് മഹാമാഘ മഹോത്സവത്തിൻ്റെയൊക്കെ ഭാഗമായി പ്രത്യേക പൂജകളും യജ്ഞങ്ങളും ഒക്കെ അവിടെ നടക്കും. ഒപ്പം വിനായക ചതുർത്ഥി, ചതയം നക്ഷത്രം എന്നീ വിശേഷ ദിനമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് പ്രത്യേക ആത്മീയ ചടങ്ങുകളൊക്കെ ഉണ്ട്. മഹോത്സവത്തിന്റെ ഭാഗമായി പാലക്കാട് നിന്നും പ്രയാണം തുടരുന്ന വിശുദ്ധ രഥയാത്ര ഇന്ന് തിരുനാവായയിലെത്തും. നമുക്ക് ശിവദാസ് കൺവനത്തോട് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തേടാം. ശിവദാസ്, വെരി ഗുഡ് മോർണിംഗ്. തിരുനാവായയിൽ മഹാമാഘ മഹോത്സവത്തിന്റെ 4ാം ദിനമാണിന്ന്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസം കൂടിയാണിന്ന്. അതായത് ഈ വിനായക ചതുർത്ഥി വരുന്നു, ചതയം നക്ഷത്രം വരുന്നു. അപ്പോൾ പ്രത്യേക യജ്ഞങ്ങളുണ്ട്, പൂജകളുണ്ട്. എന്തൊക്കെ വിശിഷ്ട ചടങ്ങുകൾക്കാണ് ഇന്ന് തിരുനാവായ സാക്ഷ്യം വഹിക്കുക? എങ്ങനെയുണ്ട് ശിവദാസ് അവിടുത്തെ ഭക്തജന തിരക്ക്? ഒപ്പം ഇന്ന് ആ രഥയാത്ര എവിടെ വരെ എത്തി നിൽക്കുന്നു? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ മഹാമഘ മഹോത്സവം നടക്കുന്ന ഈ തിരുനാവായയിലെ വേദിയിൽ വ്യത്യസ്ത ചടങ്ങുകൾ ഉണ്ട്, പ്രത്യേക പൂജകൾ ഉണ്ട്, പ്രത്യേക കർമ്മങ്ങൾ ഉണ്ട്. ഇതിൻ്റെ ഭാഗമാകാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം വിശുദ്ധ രഥയാത്ര ഇവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പൂജകളും ഇവിടെ നടക്കുന്നുണ്ട്. രാവിലെ തന്നെ വിനായകനെ ആരാധിച്ചുകൊണ്ടുള്ള പൂജകൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം സുകൃത ഹോമം നടക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പൂജകളാണ് ഇന്ന് നടക്കുന്നത്. നിരവധി ഭക്തർ ആണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മഹാമഘ മഹോത്സവം ആരംഭിച്ച് 4ാമത്തെ ദിവസമാണ്. ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്നും അതോടൊപ്പം തന്നെ പുറത്തു നിന്നുള്ള മറ്റു ജില്ലകളിൽ നിന്ന് അടക്കം നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഓരോ ദിവസവും ഭക്തരുടെ എണ്ണം വലിയ രീതിയിൽ തന്നെ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു കുംഭമേളയാണ് ഇവിടെ നടക്കുന്നത്. 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായ ചടങ്ങുകളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ചും നിള സ്നാനവും അതോടൊപ്പം തന്നെ നിള ആരതിയുമാണ് പ്രധാനമായും ഉള്ള ചടങ്ങുകൾ. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നിരവധി ഭക്തർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം മഹാഭാരതിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ സന്യാസി സമൂഹമായ ജൂന അഖാഡയുടെ കീഴിലുള്ള സന്യാസിമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വൈകിട്ട് 6:30-ക്കാണ് സാധാരണ ആരതി തുടങ്ങുന്നത്. നിള ആരതി ആരംഭിക്കുന്നത് ഏകദേശം 1.5 മണിക്കൂറോളം അത് നീണ്ടു നിൽക്കും. 8 മണി വരെ ഉള്ള ചടങ്ങുകൾ ഉണ്ട്. ഈ ചടങ്ങുകൾ കാണാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിരുന്നു. ഈ ഭാരതപ്പുഴയുടെ നടുക്ക് ഭാഗത്താണ് ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകം സജ്ജമാക്കിയ വേദി ഉള്ളത്. യജ്ഞങ്ങളും അതോടൊപ്പം തന്നെ ഹോമങ്ങളും അടക്കം ചെയ്യാനുള്ള വേദി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് എത്താനുള്ള ഒരു പാലം ഇതിനു മുൻപ് ഉണ്ടാക്കിയിരുന്നു. ആ പാലം ഇന്നലെ തുറന്നു. ഇതോടുകൂടി കൂടുതൽ ഭക്തർക്ക് ഇവിടേക്ക് എത്താനും ഈ നിള ആരതി അടക്കം തൊട്ടടുത്ത് നിന്ന് കാണാനും ഉള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായ, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇത് അപൂർവം തന്നെയാണ്. പ്രത്യേകിച്ച് ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഒരു ആത്മീയ ഭൂപടത്തിൽ ഇടം നേടിയ ഒരു പുഴ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പൂജിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കർമ്മം കൂടിയാണ്. സാധാരണ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അത്തരത്തിലുള്ള ചില ചടങ്ങുകൾ നടന്നിരുന്നു. എന്നാൽ പിന്നീട് അത് നിലച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ ഒരു ആത്മീയ ചടങ്ങുകൾ അത് പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കുംഭമേള എന്നൊക്കെ പറയുമ്പോൾ പ്രയാഗ്രാജ്, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ അത് വളരെ വിശിഷ്ടമായി തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലും ഇങ്ങനെ നദിയെ പൂജിച്ചു കൊണ്ടുള്ള ഈ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇതിനു മുന്നോടിയായി തന്നെ വ്യത്യസ്തമായ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. 18-ാം തീയതി, ഈ മാസം 18-ന് ആരംഭിച്ച് അത് ഫെബ്രുവരി 3 വരെയാണ് ഇതിൻ്റെ ചടങ്ങുകൾ ഉള്ളത്. 18-ന് ചടങ്ങുകൾ ആരംഭിച്ചെങ്കിലും 19-ാം തീയതി ഗവർണറായിരുന്നു ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. എത്രത്തോളം ഒരു ഭക്തരുടെ ഒരു സാന്നിധ്യം കൂടുതലായി എത്തുന്നുണ്ട് ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പാലമൊക്കെ തുറന്ന് കൂടുതൽ ആളുകൾക്ക്, ഭക്തർക്ക് നേരിട്ട് ഇത് കാണാനുള്ള, തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള, അതാണ് ഇന്ന് യജ്ഞത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ന് ഗണേശ ജയന്തിയാണ്. അതിന് വളരെ വിശേഷമായിട്ടുള്ള 3 കാര്യങ്ങൾ ഒരേ സമയം നടക്കുകയാണ്. അവിടെ സുകൃത ഹോമം, നമുക്ക് സൂര്യഗണപതി സാധന, അതിനപ്പുറത്ത് ഗായത്രി യജ്ഞം, അക്ഷരോപാസന എന്നുള്ള 3 പരമ്പരകൾ, അവരുടെ 3 വിശേഷ വിധിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ഇതിൻ്റെ മാഘമഹായജ്ഞം, അതിന് ഇന്ന് വൈകിട്ട് മഹാമേരു എത്തിച്ചേരും. അപ്പം മഹാമേരു എത്തിച്ചേരുന്നതോടുകൂടിയിട്ട് ഇതിൻ്റെ ഒരു സവിശേഷമായിട്ടുള്ളൊരു ക്രിയാപദ്ധതി ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. ഇതിനുശേഷമുള്ള പ്രധാന ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണ്? മാഘത്തിൻ്റെ ഏറ്റവും പ്രധാന സ്നാനം, മാഘത്തിൻ്റെയും കുംഭത്തിൻ്റെയും ഒക്കെ സ്നാനമാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നാനമാണ്. പിന്നെ നമ്മുടെ ജപം, പാരായണം തുടങ്ങിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. പിന്നെ ഇന്ന് തൊട്ട് തുടങ്ങുന്ന സവിശേഷമായിട്ടുള്ള ഒരു ക്രിയാപദ്ധതി. അത് ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള ഒന്നാണ്. ഒരു ദേശത്തെ മുഴുവൻ പരമ്പരകളും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നോട്ട് പോക്കിന് ധർമ്മത്തെ അത് ശക്തിയിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധന അനുഷ്ഠാനമായിട്ട് ഇവിടെ വരുന്ന ആചാര്യന്മാരൊക്കെ ആ ഒരു സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് പുറത്തു നിന്ന് അടക്കം ഒരുപാട് സന്യാസിമാർ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നദിയെ പൂജിക്കുക എന്നുള്ളത് വളരെ പുണ്യമായ ഒരു കർമ്മമാണ്. അങ്ങനെയുള്ള പൂജകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളോടിപ്പോൾ സംസാരിച്ചത് മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജാണ്. അദ്ദേഹം തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഓരോ ദിവസവും കൂടുതൽ സന്യാസിമാർ കേരളത്തിന് പുറത്തു നിന്ന് അടക്കം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നും സന്യാസിമാർ എത്തുന്നുണ്ട്. അവരുടെ വ്യത്യസ്തമായ പൂജകളും ചടങ്ങുകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നും ഇത്തരത്തിൽ വ്യത്യസ്തമായ പൂജകൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വിനായക ചതുർത്ഥി ദിനം ആയതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പൂജകളടക്കം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അടക്കം അത് കാണാം. രാവിലെ മുതൽ തന്നെ പ്രഭാതത്തിന് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള പൂജകളും പൂജാകർമ്മങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളും ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പൂജകൾ നടക്കുന്നുണ്ട്. സുകൃത ഹോമം ഉണ്ട്, അതോടൊപ്പം തന്നെ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ ചടങ്ങുകളും വ്യത്യസ്തമായ പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികൾ അടക്കം ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. നവാമുകുന്ദ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് ഭാരതപ്പുഴയോട് ചേർന്ന് നിൽക്കുന്ന ത്രിമൂർത്തി സംഗമ സ്ഥാനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് ബലിതർപ്പണത്തിന് അടക്കം വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രം. ആ ക്ഷേത്ര പരിസരത്താണ് ഇത്തരത്തിൽ നദീ പൂജ നടക്കുന്നത്. നദിയെ പൂജിച്ചു കൊണ്ടുള്ള അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. പലപ്പോഴും അന്യം നിന്നുപോയ ഈ സംസ്കാരത്തെ അതിനെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടിയാണ് ഇത്തരത്തിൽ മക മഹോത്സവം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ പുണ്യമായ ഒരു ചടങ്ങ് 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് അതാണ് ഇവിടെ ഈ തിരുനാവായ ഭാരതപ്പുഴയുടെ നിളാതീരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഓരോ ദിവസങ്ങളും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന സമയം എന്ന് പറയുന്നത് അത് നിള ആരതി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. വൈകിട്ടാണ് ആ ചടങ്ങ് നടക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം, ഭക്തരുടെ പങ്കാളിത്തം ഈ ഒരു ചടങ്ങിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അശ്വതി.